മാപ്സ്റ്റിക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് സൂര്യ ജയൻ. വയസ്സ് എത്രയായിരുന്നു എന്ന മൂവിയുടെ ഡയറക്ടറായ പാപ്പൻ സാറാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഈ മൂവി ഡയറക്ട് ചെയ്തപ്പോഴത്തേക്കും കുറെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തും, കാരണം ഇപ്പം ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കണം. അപ്പൊ ഈ ഒരു മൂവി ശരിക്കും നാട്ടുമ്പുറമാണ്. അപ്പം ജനങ്ങളിലേക്ക് ഇത് എങ്ങനെ എത്തുന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കാര്യം നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ 10-35 വയസ്സായിട്ട് പെണ്ണ് കിട്ടാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഞങ്ങളുടെ മലബാർ മേഖലയിൽ ഒരുപക്ഷെ കേരളത്തെ അപേക്ഷിച്ച് ഒരുപാട് ആൾക്കാർ കൂടുതലുള്ള സ്ഥലമാണ്. ഇവർക്ക് പെണ്ണ് കിട്ടാതെ വരികയും പെണ്ണ് കിട്ടാതെ വരുമ്പോൾ മൈസൂരും കൊടകലൊക്കെ പോയിട്ട് കല്യാണം കഴിക്കുന്ന ഒരവസ്ഥയുണ്ട്. അവിടെ ബ്രോക്കർമാർ എത്ര ലക്ഷം രൂപ, 5 ലക്ഷം 10 ലക്ഷം എന്നൊക്കെ ഡിമാൻഡ് ചെയ്യും. ഈ പൈസ കൊടുത്താൽ മാത്രം പോരാ, പെണ്ണിന് പൈസ, പെണ്ണിൻ്റെ തന്തക്ക് പൈസ, അനിയത്തി ഉണ്ടെങ്കിൽ അവർക്ക് പൈസ, അനിയനോ ഏട്ടനോ ഉണ്ടെങ്കിൽ ജോലി ഇല്ലെങ്കിൽ അവർക്ക് പൈസ. ഇങ്ങനെയൊക്കെയുള്ളൊരു കച്ചവടം, ശരിക്ക് വിവാഹ കമ്പോളത്തിൽ നടക്കുന്ന കച്ചവടമാണ് ഈ സിനിമയുടെ ഒരു പ്രമേയം. അതുകൊണ്ട് തന്നെ സമകാലിക പ്രസക്തി ഏറെയുള്ളൊരു സിനിമയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ പക്ഷേ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇച്ചിരി കുറവാണെങ്കിൽ പോലും മലബാറിൽ ഭയങ്കരമായിട്ട് ഈ ഒരു സംഭവം നടന്നുകൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ, അല്ലെ പെണ്ണ് കിട്ടാത്ത, അങ്ങനെ വേണം പറയാം, പെണ്ണ് കിട്ടാത്ത എന്ന് പറയും. അഥവാ പെണ്ണ് ഇപ്പം നമ്മളൊരു പെണ്ണന്വേഷിച്ച് പോകുമ്പോൾ അവർ ചോദിക്കുന്നത് ഗവൺമെൻറ് ജോലി ഉണ്ടോ, അല്ലെങ്കിൽ പുള്ളിക്ക് നല്ല സാമ്പത്തിക ശേഷിയുണ്ടോ, അല്ലെങ്കിൽ പുള്ളിക്ക് സ്വത്തുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട്. സാധാരണ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്ന ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാത്ത അവസ്ഥയുണ്ട്. ഒരുപക്ഷെ പെൺകുട്ടി 10ാം ക്ലാസ്സേ പഠിച്ചിട്ടുണ്ടാവും. അവർ ചോദിക്കും എന്താ ജോലി, എത്ര മാസം എന്ത് ശമ്പളം കിട്ടും എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിന്, ഈ ഒരു സാമൂഹ്യ വിപത്തിനെതിരായിട്ടാണ്, അങ്ങനെ വേണം പറയാം, ഒരു വിപത്ത് എന്നല്ല പറയേണ്ടത്, ആ വിപത്തിനെതിരായിട്ട് എന്ന് പറയാൻ പറ്റില്ല, ആ വിപത്ത് ഇങ്ങനെയുണ്ട് എന്നുള്ളത് പ്രേക്ഷകരിൽ എത്തിക്കുക എന്നുള്ളതാണ് ഓൾമോസ്റ്റ് ഈ സിനിമയുടെ അല്ലെങ്കിൽ ആവശ്യകത, അല്ലെങ്കിൽ ഞങ്ങൾ അതാണ് ചിന്തിക്കുന്നത്. അത് നർമ്മത്തിൽ, തമാശയിൽ കൂടിയാണ് പറയുന്നത്. അങ്ങനെ സീരിയസ് ആയിട്ട് കഥ പറയുന്നില്ല, തമാശയിൽ കൂടി പറയുകയും പിന്നെ സെക്കൻഡ് ഹാഫിൽ നടക്കുന്ന ഒരു ഡൈവേർഷൻ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ്. എന്തായാലും ഇങ്ങനെ നമുക്ക് പൊതുവേദിയിൽ പറയണ്ട, അതെന്തായാലും നിങ്ങളെപ്പോഴത്തെ ആൾക്കാർ കാണുക, ഈ സിനിമയെ വിലയിരുത്തുക. അങ്ങനെ വിശ്വാസമുണ്ട് നല്ല സിനിമയായിരിക്കും എന്നുള്ളതിൽ. അതുപോലെ എല്ലാവർക്കും വയസ്സ് പറയാൻ ഭയങ്കര മടിയാണ്. അത് നമുക്കറിയാം. എന്താണ്, ഇത്ര വയസ്സിനുള്ളിൽ കല്യാണം കഴിക്കാൻ ഭയങ്കര മടിയുള്ള അല്ലെങ്കിൽ കിട്ടാത്ത ആൾക്കാരെ പൊതുവെ ഇത് അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇതൊരു കോമഡി രീതിയിൽ ഒരു സിനിമയായി അത് പ്രേക്ഷകരെ ഏറ്റെടുക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ അത് റിവ്യൂലേക്ക് മാറുമ്പം കുറെ ഇമ്പാക്ട് കുറഞ്ഞുള്ള റിവ്യൂ വരുന്നുണ്ട്. ഇപ്പം നമ്മള് ഉദാഹരണത്തിനാണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ റിവ്യൂ ചെല്ലുമ്പോഴത്തേക്ക് കുറെ ആൾക്കാര് ഈ സിനിമയ്ക്കെതിരെ റിവ്യൂ പറയുന്നുണ്ട്, ശരിയല്ല, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആ ഒരു റിവ്യൂ പറഞ്ഞ ഒരു മൂവിയിലെ ഇമ്പാക്ട് ഭയങ്കരമായിട്ടും കുറഞ്ഞു വരുമ്പോൾ അത് സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, അത് ഞാൻ പറയട്ടെ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കല്യാണം കഴിക്കാത്ത ആൾക്കാരുടെ പ്രശ്നമാണ്. ഇപ്പം അല്ലാതെ തന്നെ എടുത്താൽ ഒരു 30 വയസ്സ് നമ്മൾ 6-7 വർഷം പറയും, ഒരു 40 വയസ്സ് കുറേ കൊല്ലം പറയും, 50 വയസ്സും പറയും. കല്യാണം കഴിക്കാത്ത ആൾക്കാർ പോലും വയസ്സിനെ മറച്ചു വെക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട്. അപ്പം ഞങ്ങൾ പറയുന്നത് വെച്ചാൽ വയസ്സൊരു വിഷയമേ അല്ല, അത് വെറും നമ്പർ മാത്രമാണ്. വയസ്സിനെ കുറിച്ച് നിങ്ങൾ എന്തിനു വേവലാതിപ്പെടണം, ആകുലപ്പെടണം? അതുകൂടി ഇതിൻ്റെ അകത്തൊരു മെസ്സേജ് ഞങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇത് ഒരു കാര്യം പറയട്ടെ, എല്ലാ ആൾക്കാരും സിനിമ നല്ല സിനിമ എന്ന രീതിയിലാണ് കാണുന്നത്. മോശം സിനിമ ആരും നിർമ്മിക്കുന്നില്ല, ഡയറക്റ്റ് ചെയ്യുന്നില്ല, എഴുതുന്നില്ല. പക്ഷേ ഈ ഞാൻ പറഞ്ഞു തരട്ടെ, പ്രേക്ഷകൻ എന്നൊരു ആളുണ്ട്, അതിലൊരു വിഭാഗമുണ്ട്. ഈ പ്രേക്ഷകനാണ് ഈ സിനിമയെ വിലയിരുത്തേണ്ടത്. റിവ്യൂകൾ ഓരോരുത്തർ എഴുതുന്നത് അവരുടേതായ മാനസിക അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളായിരിക്കും. അപ്പം അതുകൊണ്ട് അത് നമുക്ക് 100% എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നന്നായി വരും, നല്ല റിവ്യൂ വരും. ഇത് പടം കണ്ടു കഴിയുമ്പോഴേ പറയുള്ളൂ. ഈ പടത്തിൻ്റെ അന്തസത്ത അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾക്കാമ്പ് എന്താണെന്ന് ആർക്കും അറിയില്ല. ഇത് കാണുമ്പോൾ അവരെഴുതുന്ന റിവ്യൂ ആയിരിക്കും യഥാർത്ഥ റിവ്യൂ.